ധനം ജ്ഞാനം ബലം സ്നേഹം അഖിലാണ്ട ജീവോദയം. സത്യം ധനം ജ്ഞാനം ബലം സ്നേഹം അഖിലാണ്ട ജീവോദയം. ഉണരുമ്പോൾ ഉദയത്തിൽ കണിയാകണം, ഉടലിലെ ശ്രീകോവിൽ നീയാകണം. ഉണരുമ്പോൾ ഉദയത്തിൽ കണിയാകണം, ഉടലിലെ ശ്രീകോവിൽ നീയാകണം. അമ്മയായും അച്ഛനായും അമ്മയായും അച്ഛനായും ദൂരെയും ചാരെയും കൂട്ടാകണം. സത്യം ധനം ജ്ഞാനം ബലം സ്നേഹം അഖിലാണ്ട ജീവോദയം. സത്യം ധനം ജ്ഞാനം ബലം സ്നേഹം അഖിലാണ്ട ജീവോദയം. ഗുണവാരിതേ നീ ഗുരുവാകണം, തുണയായി നീ തണലാകണം. അറിവേ വെളിച്ചം നിറവേ തെളിച്ചം അവിരാമമകതാരിൽ കുടികൊള്ളണം. പ്രിയപ്പെട്ടവരെ, കോവിഡിന്റെ ഒരു പ്രത്യേക പശ്ചാത്തലത്തിലാണ് നമ്മൾ ഇത്തരത്തിലൊരു മീറ്റിംഗ് സംഘടിപ്പിക്കുക. ജൂലൈ 15 നമുക്കേറെ പ്രാധാന്യമേറിയ ദിവസമാണ്. അന്ന് 2 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നമ്മുടെ സ്കൂളിൽ നടക്കുക. നമുക്കെല്ലാവർക്കും അറിയാം, ജൂലൈ 15 മാർ ഇവാനിയോസ് പിതാവിൻ്റെ അനുസ്മരണ ദിനമാണ്. അന്നേ ദിവസമാണ് വിദ്യാരംഭം കലാസാഹിത്യവേദിയുടെ ഉദ്ഘാടനവും നടക്കുന്നത്. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, there are 2 ways of spreading light. One is to be a candle or to be a mirror that reflects it. നമുക്ക് 2 രീതിയിൽ പ്രകാശം പരത്താം. ഒന്നുകിൽ കത്തുന്ന മെഴുകുതിരിയായിക്കൊണ്ട് മറ്റുള്ളവർക്ക് പ്രകാശമാകുന്ന വിധത്തിൽ മാറാൻ സാധിക്കും. രണ്ടാമത്തേതെന്ന് പറയുന്നത് ഒരു കണ്ണാടി പോലെ അതിൽ പതിക്കുന്ന പ്രകാശത്തെ റിഫ്ലക്റ്റ് ചെയ്യുന്ന വിധത്തിലും നമുക്ക് പോകാൻ സാധിക്കും. ഞാനിതോടെ പറഞ്ഞത് പ്രകാശമായ ഒരു പിതാവിനെ പറ്റിയിട്ടാണ്. ജൂലൈ 15 മാർ ഇവാനിയോസ് പിതാവിൻ്റെ അനുസ്മരണ ദിനമാണ്. മലങ്കര സഭയുടെ പ്രഥമ അധ്യക്ഷൻ, അതിൻ്റെ സ്ഥാപകൻ, മാർ ഇവാനിയോസ് കോളേജിൻ്റെ സ്ഥാപകൻ, ബഥനി മഠത്തിൻ്റെ സ്ഥാപകൻ, ബഥനി ആശ്രമത്തിൻ്റെ സ്ഥാപകൻ, അങ്ങനെ ഒരുപാട് മേഖലയിൽ തൻ്റെതായ വ്യക്തിമുദ്ര പതിപ്പിച്ച ഒരു പിതാവിൻ്റെ അനുസ്മരണ ദിനമാണ് ജൂലൈ 15. വിദ്യാഭ്യാസ മേഖലയിൽ ഒരുപാട് സംഭാവനകൾ കൊടുത്ത ഒരു പിതാവിൻ്റെ അനുസ്മരണ ദിനം. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് വലിയ പ്രാധാന്യമേറിയൊരു ദിവസമാണ് ഈ ജൂലൈ 15 എന്നുള്ളത്. ഞാൻ രണ്ടാമതായി പറഞ്ഞ കാര്യം ടു ബി എ മിറർ ദാറ്റ് റിഫ്ലക്ട്സ് ഇറ്റ്. ഒരു കണ്ണാടി പോലെ അതിൽ പതിക്കുന്ന ബിംബങ്ങളെ അതിൽ പതിക്കുന്ന പ്രകാശത്തെ റിഫ്ലക്റ്റ് ചെയ്തുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും. വിദ്യാരംഭം കലാസാഹിത്യവേദി ഉദ്ദേശിക്കുന്നതും അതുതന്നെയാണ്. കുട്ടികളിലുള്ള കഴിവുകൾ, സാഹിത്യപരമായിട്ടും കലാപരമായിട്ടുള്ള കഴിവുകളെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് അവരെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരിക, പഠനത്തോടൊപ്പം അതിനും പ്രാധാന്യം കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ കണ്ണാടിയായിട്ട് മാറാം. ചുറ്റുപാടുമുള്ള കാര്യങ്ങളെ മനോഹരമായിട്ട് റിഫ്ലക്റ്റ് ചെയ്യുന്ന വിധത്തിലേക്ക് നമുക്ക് മാറാൻ സാധിക്കും. ഭാരതത്തിലെ 2 പ്രധാനപ്പെട്ട എഴുത്തുകാരാണ് R.K. നാരായണനും മുൽക്കരാജ് ആനന്ദും. ഇവരുടെയൊക്കെ കഥകൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, അല്ലെങ്കിൽ നോവലുകൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ചുറ്റുപാടുമുള്ള സമൂഹത്തിൻ്റെ നേർക്കാഴ്ചകളായിരുന്നു അത് എന്നുള്ളതാണ്. അപ്പോൾ അവരൊരു കണ്ണാടി പോലെ ചുറ്റുപാടുമുള്ള നേർക്കാഴ്ചകളെ പ്രതിഫലിപ്പിച്ചു എന്നുള്ളതാണ്. നമുക്കും അങ്ങനെ ചെയ്യാൻ സാധിക്കുമെന്നുള്ളതാണ്. വിദ്യാഭ്യാസത്തോടൊപ്പം നമ്മുടെ കലാപരമായിട്ടുള്ള വാസനകൾ, സാഹിത്യപരമായിട്ടുള്ള വാസനകൾ മുന്നോട്ട് കൊണ്ടുവരാൻ നമുക്ക് സാധിക്കണം. അതിനു വേണ്ടിയിട്ടുള്ള ഒരു ദിവസവും കൂടിയാണ്, അതിനു വേണ്ടിയിട്ടുള്ള ഒരു മുന്നൊരുക്കവും കൂടിയാണ് ഈ ഒരു ചടങ്ങെന്ന കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കുക. പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ ഈ മീറ്റിങ്ങിൽ പങ്കെടുക്കുന്നവരെ ഒത്തിരി സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുക എന്നുള്ള ദൗത്യമാണ് എനിക്കുള്ളത്. നമ്മുടെ ഇന്നത്തെ ഈ മീറ്റിങ്ങിൻ്റെ അധ്യക്ഷയായിരിക്കുന്നത് ബഥനി സിസ്റ്റേഴ്സ് കോർപ്പറേറ്റ് എഡ്യൂക്കേഷൻ ഏജൻസിയുടെ മാനേജറും നമ്മുടെ മദർ പ്രൊവിൻഷ്യാലും ആയിരിക്കുന്ന മദർ പരിമളയാണ്. ഒത്തിരി സ്നേഹത്തോടെ മദറിനെ ഈ ഒരു മീറ്റിങ്ങിലേക്ക് സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ഇന്നത്തെ ഈ മീറ്റിംഗ് ഉദ്ഘാടനം ചെയ്യുന്നത് BPO ആയിരിക്കുന്ന ബഹുമാനപ്പെട്ട മെഹ്റലി സാറാണ്. ഒത്തിരി സ്നേഹത്തോടെ മെഹ്റലി സാറിനെ ഈ ഒരു മീറ്റിങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ഇന്നത്തെ മീറ്റിങ്ങിലെ മുഖ്യ പ്രഭാഷണം നൽകുന്നത് ബഹുമാന്യനായ PTA പ്രസിഡന്റ് ഷിജി ആന്റണിയാണ്.
കഴിഞ്ഞ 2 വർഷങ്ങളായിട്ട് നമ്മുടെ സ്കൂളിൻ്റെ ശക്തമായ PTA മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഷിജി ആൻ്റണിയാണ്. ഒത്തിരി സ്നേഹത്തോടെ ഷിജി ആൻ്റണിയെ ഈ മീറ്റിങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ഇന്നത്തെ ഈ മീറ്റിങ്ങിന് ആശംസകൾ അർപ്പിക്കുന്നത് നമ്മുടെ പ്രിയപ്പെട്ട ഹെഡ് മിസ്ട്രസ് സിസ്റ്റർ മേരി കാഞ്ചനയാണ്. ഒത്തിരി സ്നേഹത്തോടെ സിസ്റ്റർ മേരി കാഞ്ചനയെ ഈ മീറ്റിങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. മാർ ഇവാനിയോസ് പിതാവിനെ പറ്റിയുള്ള അനുസ്മരണ പ്രഭാഷണം നടത്തുന്നത് കുമാരി ജിയ തെരേസാണ്. കുമാരി ജിയ തെരേസിനെ ഒത്തിരി സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ഇന്നത്തെ പ്രോഗ്രാമിന് ആശംസകൾ അറിയിക്കാൻ വേണ്ടി വിദ്യാർത്ഥികളുടെ പ്രതിനിധിയായി എത്തിച്ചേർന്നിരിക്കുന്നത് ജിനിൽ ജിജിയാണ്. ഒത്തിരി സ്നേഹത്തോടെ ജിനിൽ ജിജിയെ ഈ ഒരു മീറ്റിങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അവസാനമായി നമ്മുടെ ഇന്നത്തെ ഈ മീറ്റിങ്ങിന് നന്ദി അറിയിക്കുന്നത് നമ്മുടെ ഈ മീറ്റിങ്ങിൻ്റെ കോർഡിനേറ്ററും സീനിയർ അധ്യാപകനുമായിട്ടുള്ള ബഹുമാനപ്പെട്ട സണ്ണി സാറാണ്. സണ്ണി സാറിനെയും ഈ മീറ്റിങ്ങിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്ന മേഘദലി സാറ്, മുഖ്യപ്രഭാഷണം നടത്തുന്ന ഷിജി ആൻ്റണി PTA പ്രസിഡന്റ്, പ്രഭാഷണം നടത്തുന്ന കുമാരി ദിദിയ തെരേസ്, ആശംസകൾ അർപ്പിച്ച് സംസാരിക്കുന്ന സെൻറ്റ് ജോർജ് ഹൈസ്കൂൾ പ്രിൻസിപ്പലായിരിക്കുന്ന സിസ്റ്റർ മേരി കാഞ്ചന, ജിനിൽ ജിജി, സെൻറ്റ് ജോർജ് ഹയർ സെക്കൻഡറി പ്രിൻസിപ്പലായിരിക്കുന്ന ബിബിൻ സാറ്, സണ്ണി സാറ്, ടീച്ചേഴ്സ്, പ്രിയ വിദ്യാർത്ഥികളെ, സിസ്റ്റേഴ്സ്. ജൂലൈ 15 മാർ ഇവാനിയോസ് പിതാവിൻ്റെ അനുസ്മരണവും കലാസാഹിത്യ വേദി ഉദ്ഘാടനവും നിർവഹിക്കുന്ന വേദികൾ ഏവർക്കും ആശംസകൾ ഞാൻ അർപ്പിക്കട്ടെ. ലോകം ഇന്ന് വളരെയേറെ പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്നു. കൂടാതെ COVID-19 കാലം എല്ലാം കൊണ്ടും ഒരു തിരിച്ചറിവിൻ്റെ കാലമാണ്. ആധ്യാത്മിക, സാംസ്കാരിക, വിദ്യാഭ്യാസ മേഖലകളിലെല്ലാം കോവിഡ് വലിയ മാറ്റങ്ങൾ കൊണ്ടുവന്നിരിക്കുന്നു. ഈ അവസരത്തിൽ ഇങ്ങനെ ഒരു പ്രോഗ്രാം നടത്തുന്ന എല്ലാവരെയും നന്ദിയോടുകൂടി ഓർക്കട്ടെ. മലക്കര പുനരൈക്യ പ്രസ്ഥാനത്തിൻ്റെ ശില്പി, സഭ ഐക്യത്തിൻ്റെ പ്രവാചകൻ, കാലം ശരിയെന്ന് തെളിയിച്ച കർമ്മയോഗി ഭാരത നൂമാൻ, ദൈവത്തിൻ്റെ അഭിഷിക്തൻ, മലങ്കര സുറിയാനി കത്തോലിക്ക സഭയുടെ സാരഥി, ബഥനി സന്യാസിനി സമൂഹങ്ങളുടെ സ്ഥാപക പിതാവ്, ദൈവത്തിൻ്റെ അഭിഷിക്തൻ, അനേകരെ ദൈവത്തിങ്കലേക്ക് നയിച്ച പുണ്യപിതാവായ ദേവദാസൻ ആർച്ച് ബിഷപ്പ് മാർ ഇവാനിയോസ് മെത്രാപ്പൊലീത്തായുടെ 67ാം ഓർമ്മ തിരുനാൾ ആഘോഷിക്കുന്ന ഈ അവസരത്തിൽ ആ പുണ്യപിതാവിലൂടെ ദൈവം നൽകിയ നന്മകളെ നന്ദി നിറഞ്ഞ ഹൃദയത്തോടുകൂടി ഓർക്കുകയും പുണ്യപിതാവിൻ്റെ മുൻപിൽ ശിരസ്സുകളെ ഞാൻ നമിക്കുകയും ചെയ്യട്ടെ. 1882 മാവേലിക്കരയിൽ ജനിച്ച PT ഗീവർഗീസ് ദേവദാസൻ മാർ ഇവാനിയോസ് പിതാവ് പ്രാഥമിക വിദ്യാഭ്യാസത്തിന് ശേഷം മദ്രാസ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് MA ബിരുദം നേടി 1902 വൈദികനായി കോട്ടയം MD ഹൈസ്കൂൾ പ്രിൻസിപ്പലായി നിയമിതനായി. പിന്നീട് 1913 സെറാംപൂർ കോളേജ് പ്രൊഫസറായി അദ്ദേഹം ശുശ്രൂഷ ചെയ്തു. സെറാംപൂർ വാസം അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ മാറ്റിമറിച്ചു. ഇന്ത്യ മുഴുവനും സുവിശേഷം പ്രഘോഷിക്കണം എന്ന ചിന്ത അദ്ദേഹത്തെ സ്വാധീനിച്ചു. അതിനായി ഞാൻ ആദ്യം നവീകരിക്കപ്പെടണം എന്ന ചിന്തയോടെ ഒരു ആഴമായ ആധ്യാത്മിക ജീവിതത്തിന് അദ്ദേഹം തന്നെ സമർപ്പിക്കുകയുണ്ടായി. ബാല്യത്തിൽ തന്നെ സന്യാസ ജീവിതത്തോട് അദ്ദേഹത്തിന് താല്പര്യം ഉണ്ടായിരുന്നു. ക്രിസ്തു ശിഷ്യരെ പോലെ സകലതും ഉപേക്ഷിച്ചുകൊണ്ട് ഒരു സന്യാസിക്ക് ഇപ്രകാരം യഥാർത്ഥ സുവിശേഷം ആകാൻ സാധിക്കുമെന്ന് അദ്ദേഹം മനസ്സിലാക്കി. ദീർഘനാളത്തെ പ്രാർത്ഥനയ്ക്ക് ശേഷം വിവാഹം കഴിക്കാത്ത സ്ത്രീ പുരുഷന്മാര് സ്വയം സമർപ്പിതർ ഉണ്ടായാൽ മാത്രമേ യഥാർത്ഥമായ ദൈവഭക്തിയും ദൈവസ്നേഹവുമുള്ള സുവിശേഷകര്
നല്ല പൗരന്മാര് സഭയിലും ലോകം മുഴുവനും ഉണ്ടാകുകയുള്ളൂ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അദ്ദേഹം സന്യാസ പ്രസ്ഥാനത്തിന് രൂപം കൊടുക്കുകയും ബദനി സന്യാസിനി സമൂഹങ്ങൾ രൂപപ്പെടുകയും ചെയ്തു. സെറാംപൂരിൽ കത്തുചലിച്ച പിതാവ് സെറാംപൂരിലെ എല്ലാ ആനുകൂല്യങ്ങളും പദവികളും സമ്പത്തും ഉപേക്ഷിച്ച് കാഷായ വസ്ത്രം ധരിച്ചുകൊണ്ട് മൺചട്ടി എടുത്ത് ഒരു തപസ്സനായി മുണ്ടമല കയറി. ഭാരത മണ്ണിന്റെ ആധ്യാത്മിക മനസ്സിലാക്കുവാൻ ടാഗോറിന്റെ ശാന്തിനികേതൻ ആശ്രമവും ഗാന്ധിജിയുടെ സമർവതിയും സന്ദർശിച്ച് വേണ്ട ദർശനങ്ങൾ സ്വീകരിച്ച് ഭാരത മണ്ണിൽ ക്രൈസ്തവ സന്യാസത്തിന് രൂപം കൊടുക്കുകയായിരുന്നു താൻ ചെയ്തത്. മാരിവാനിയോസും ശിഷ്യന്മാരും മുണ്ടമലയിൽ ജീവിച്ച കർക്കശമായ സന്യാസ ആധ്യാത്മികതയിൽ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകമുണ്ടായി. മുണ്ടമലയിൽ ജ്വലിച്ചു നിന്നിരുന്ന ദേവദാസൻ മാരിവാനിയോസ് പരിശുദ്ധ അഭിഷേകത്തിൽ സ്ഥാനം, അംഗീകാരം, സുരക്ഷിതത്വം, അധികാരം, സമ്പത്ത് എല്ലാം ഉപേക്ഷിച്ച് മുണ്ടന്മല ഇറങ്ങുകയുണ്ടായി. മുണ്ടമല ഇറക്കം ഒരു സന്യാസിയുടെ ഉപേക്ഷിക്കലിന്റെ യഥാർത്ഥ അടയാളമായിരുന്നു. തുടർന്ന് 1930 കത്തോലിക്ക സഭയുടെ കൂട്ടായ്മയിൽ ചേർന്നു. അങ്ങനെ ചെറിയ ഒരു സമൂഹം മലങ്കര കത്തോലിക്ക സഭ എന്ന് അറിയപ്പെട്ടു. മലങ്കര കത്തോലിക്ക സഭ ആയിരുന്നു കൊണ്ട് സ്വന്തം സഭയുടെ മാത്രമല്ല നിലവാരമുള്ള ഒരു സമൂഹത്തെ വാർത്തെടുക്കണമെന്ന് അതിയായി അദ്ദേഹം ആഗ്രഹിച്ചു. ബഹുമുഖ പ്രതിഭയും ബുദ്ധിയുള്ള പ്രഗത്ഭനായ അധ്യാപകൻ വിദ്യാഭ്യാസ രംഗങ്ങളിൽ പ്രവർത്തിക്കാനായി, പ്രത്യേകിച്ച് സ്ത്രീ വിദ്യാഭ്യാസം വളരെയേറെ പിന്നോക്കം നിന്ന സാഹചര്യത്തിൽ ബദനി സന്യാസിനി സമൂഹത്തിന് രൂപം കൊടുത്ത് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ അക്ഷരജ്ഞാനം എത്തിക്കുവാന് അദ്ദേഹം പരിശ്രമിച്ചു. വിദ്യാഭ്യാസ വിമോചനം അതിന്റെ പ്രായോഗിക തലത്തിൽ ഫലപ്രദമാക്കുവാന് പിതാവ് പരിശ്രമിച്ചു. വിദ്യാഭ്യാസത്തിന്റെ അമരക്കാരൻ എന്ന നിലയിൽ വികസിതമല്ലാത്ത പ്രദേശങ്ങള്, പ്രത്യേകിച്ച് തീരപ്രദേശങ്ങള്, ഗ്രാമപ്രദേശങ്ങള്, ഇങ്ങനെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സ്കൂളുകൾ സ്ഥാപിക്കാനായി പരിശ്രമിച്ചു. സാമ്പത്തിക പരിമിതികൾ ഏറെ ഉണ്ടായിരുന്നിട്ടും സമൂഹ നിർമ്മിതിക്കായി ഈ ത്യാഗം അദ്ദേഹം ഏറ്റെടുത്തു. തന്റെ ദിശാബോധം, ധീരത, ദൈവാശ്രയം, ദർശനം, കഠിനാധ്വാനം, ദൈവീകതയിൽ നിറഞ്ഞ മാനവികത ഇവയെല്ലാം വിദ്യാഭ്യാസത്തിന് തൻ്റെ മാറ്റുകൂട്ടി. ഇന്ന് നമ്മൾ ആയിരിക്കുന്ന സെന്റ് ജോർജ് ഹയർ സെക്കൻഡറി സ്കൂള് പിതാവിൻ്റെ വലിയ ദർശനത്തിൻ്റെ ഒരു പ്രതീകമാണ്. ഈ അവസരത്തിൽ കലാസാഹിത്യവേദിയുടെ ഉദ്ഘാടനം ചടങ്ങിൽ സംബന്ധിക്കുന്ന എല്ലാവരെയും അഭിനന്ദിച്ചുകൊണ്ട്, പ്രത്യേകിച്ച് ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ പ്രിൻസിപ്പളായിരിക്കുന്ന വിപിൻ സാറിനെയും ഹൈസ്കൂൾ എച്ചുമായിരിക്കുന്ന സിസ്റ്റർ മേരി കാഞ്ചിനെയും എല്ലാ ടീച്ചേഴ്സിനെയും ഇന്ന് ഈ പരിപാടിയിൽ പങ്കെടുക്കുന്ന ഏവർക്കും നന്ദി പറഞ്ഞുകൊണ്ടും ആശംസകൾ അർപ്പിച്ചുകൊണ്ടും പുണ്യപിതാവിൻ്റെ പാവന സ്മരണയ്ക്ക് മുമ്പിൽ ആദരാഞ്ജലി അർപ്പിച്ച് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി. വേളങ്കോട് ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്രിയ വിദ്യാർത്ഥികളെ, രക്ഷിതാക്കളെ, അധ്യാപക സുഹൃത്തുക്കളെ, കോവിഡ് എന്ന് പറയുന്ന രോഗം കാരണമായി ലോകത്ത് പല പ്രതിസന്ധികളും പല മേഖലകളിലും ഉണ്ടായൊരു കാലത്താണ് വിദ്യാഭ്യാസ പ്രവർത്തനത്തിന് വേറിട്ടൊരു വഴി നമ്മൾ കണ്ടെത്തിയിട്ടുള്ളത്. ലോകത്തെ പല രാജ്യങ്ങളും ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളും കോവിഡിന്റെ വ്യാപനം ഈ ഒരു തോതിൽ മുന്നോട്ട് പോയപ്പോൾ വിദ്യാലയങ്ങളൊക്കെ അടച്ചിട്ട് ആകെ കുട്ടികളെയും രക്ഷിതാക്കളെയും ഒക്കെ അനിശ്ചിതത്വത്തിലാക്കിയൊരു സാഹചര്യത്തിൽ നമ്മുടെ കേരളത്തിൽ കേരള സർക്കാർ വിദ്യാഭ്യാസ വകുപ്പ് നല്ലൊരു തീരുമാനം, ധീരമായ തീരുമാനമെടുത്തു. ജൂൺ 1-ാം തീയതി മുതൽ തന്നെ ഓൺലൈൻ ക്ലാസുകൾ ആരംഭിച്ച് വിക്ടേഴ്സ് ചാനൽ വഴി
അധ്യാപകരുടെ ക്ലാസ്സുകൾ 1-ാം ക്ലാസ് മുതൽ 12-ാം ക്ലാസ് വരെയുള്ളത് ഷെഡ്യൂൾ ചെയ്ത് കൃത്യമായി സംപ്രേഷണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓരോ കുട്ടിയെയും ഉൾക്കൊള്ളുന്ന ക്ലാസ് ഗ്രൂപ്പുകൾ, വാട്സാപ്പ് ഗ്രൂപ്പുകൾ, അല്ലെങ്കിൽ അധ്യാപകരുടെ മറ്റ് പ്ലാറ്റ്ഫോമുകളിലെ കൂട്ടായ്മകൾ, ഈ ക്ലാസ്സുകൾ കൃത്യമായിട്ട് കുട്ടികൾ കാണുന്നുണ്ടോ എന്നും അവർക്ക് അനുബന്ധമായ തുടർ പ്രവർത്തനങ്ങൾ എന്താണ് കൊടുക്കേണ്ടതെന്ന് തീരുമാനിച്ച് അത് ചെയ്യുകയും കുട്ടികളുടെ പ്രവർത്തനം വിലയിരുത്തുകയും ചെയ്ത് നല്ല രീതിയിൽ മുന്നോട്ട് പോവുകയാണ്. ഇത് വലിയൊരു മുന്നേറ്റമാണ്, ചരിത്രപരമായി അടയാളപ്പെടുത്താൻ പോകുന്ന ഒരു കാര്യം. ഈ ഒരു സാഹചര്യത്തിൽ എന്ന് സ്കൂൾ തുറക്കുമെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. കാരണം അതിൻ്റെ ആ രോഗത്തിൻ്റെ ഒരു സ്വഭാവവും അതിൻ്റെ വ്യാപനത്തിൻ്റെ ഒരു തലവും ഇപ്പോൾ അങ്ങനെയാണ്. ഏറ്റവും സുരക്ഷിതമായ അന്തരീക്ഷത്തിൽ നമുക്ക് സ്കൂൾ തുടങ്ങാൻ കഴിയുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മൾ ഭൗതികമായി അല്ലെങ്കിൽ നമ്മുടെ ശരീരം കൊണ്ട് ചേർന്ന് നിൽക്കുന്ന സ്കൂൾ സംവിധാനങ്ങൾ ഇപ്പോൾ തൽക്കാലത്തേക്ക് നമ്മൾ മാറ്റിവെച്ചിട്ട് നമ്മൾ ഈ പറയുന്ന ഈ ഒരു വഴി സോഫ്റ്റ്വെയറുകളുടെ അല്ലെങ്കിൽ സാങ്കേതിക വിദ്യയുടെ ഒക്കെ ഏറ്റവും ഉയർന്നു നിൽക്കുന്ന തലത്തെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമ്മളെല്ലാവരും ഒന്നിച്ചിരിക്കുകയാണ്. ഇപ്പോൾ സ്കൂളിലെ ക്ലാസ് മുറികൾക്ക് പകരം ഇങ്ങനെ മൊബൈൽ ഫോൺ വഴിയും TV-യുടെ മുന്നിലൊക്കെ ആയിട്ട് നമ്മുടെ കുട്ടികൾ അവരുടെ പഠന പ്രവർത്തനത്തിന് വേണ്ടി വളരെ ജാഗ്രതയോടുകൂടി രക്ഷിതാക്കളുടെ അറിവോടും സമ്മതത്തോടും അവരുടെ സാന്നിധ്യത്തിലും സന്നിഹിതരായി ആ നല്ല ദിവസങ്ങളാണ് നമ്മൾക്ക് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ക്ലാസ്സുകൾ ഇല്ലായിരുന്നെങ്കിൽ, ഓൺലൈൻ ക്ലാസ്സുകൾ ഇല്ലായിരുന്നെങ്കിൽ നമ്മുടെ ഒരു അവസ്ഥ ആലോചിച്ച് നോക്കൂ. അതിനൊക്കെ നമ്മൾ മറികടന്നു. കുറേ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ട്. സ്കൂളുകൾക്ക് പകരമാവില്ല ഇത്. എന്നിരുന്നാലും കുറേയേറെ നല്ല അധ്യാപകരെ നമുക്ക് കാണാൻ പറ്റി, നല്ല ക്ലാസ്സുകൾ കാണാനും കേൾക്കാനും നമുക്ക് സാധിച്ചു. അങ്ങനെ പഠന പ്രവർത്തനങ്ങളെ കൃത്യമായിട്ട് ഷെഡ്യൂൾ ചെയ്ത് മുന്നോട്ട് പോകുന്നു. ഇപ്പോൾ നമ്മൾ വിദ്യാലയത്തിൽ നടക്കുന്ന പ്രവർത്തനങ്ങളെയെല്ലാം നമ്മൾ ഇപ്പോൾ ഈ ഒരു വഴിയെ നമ്മുടെ ഈ പറയുന്ന സാങ്കേതിക വിദ്യയുടെ എല്ലാ സൗകര്യങ്ങളും ഉപയോഗപ്പെടുത്തി നമ്മുടെ ക്ലബ്ബ് പ്രവർത്തനങ്ങളെയൊക്കെ ആവിഷ്കരിച്ച് മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. ഇൻഫർമേഷൻ ടെക്നോളജി വലിയൊരു കുതിപ്പ് നടത്തിയത് ഈ കാലഘട്ടത്തിൽ നമുക്ക് വലിയ മുതൽക്കൂട്ടാകുകയാണ്. അപ്പോൾ വേളങ്കോട് സ്കൂളിൽ ക്ലബ്ബ് പ്രവർത്തനങ്ങൾ അതിൻ്റെ ഏറ്റവും ഊർജിതമായ രീതിയിൽ ആരംഭിക്കാൻ പോകുന്നു. ഈ പറയുന്ന ക്ലബ്ബുകളിൽ വളരെ പ്രധാനപ്പെട്ടതെന്ന് പറയാൻ വെച്ചാൽ നേരത്തെ വന്നൊരു ക്ലബ്ബായതുകൊണ്ടാണ് വിദ്യാരംഗം കലാസാഹിത്യവേദി. ആ ഒരു ക്ലബിന്റെ ആരംഭം നമ്മൾ ഈ ഒരു വഴിയെ നമ്മുടെ ഈ പറയുന്ന സോഫ്റ്റ്വെയറുകളുടെ വഴിയെ അല്ലെങ്കിൽ മൊബൈൽ ഫോണിലെ വാട്സാപ്പ് വഴിയൊക്കെ നമ്മൾ അതിന്റെ പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്ത് മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ വേളങ്കോട് സ്കൂളിന്റെ ഒരു സദുദ്യമത്തെ ആദ്യമേ തന്നെ ഞാൻ ഹൃദയംഗമമായി വിയാസിക്ക് വേണ്ടി അഭിനന്ദിക്കുകയാണ്. ഒരു കുട്ടിയിൽ ഉറങ്ങിക്കിടക്കുന്ന അല്ലെങ്കിൽ അവനോട് ചേർന്ന് നിൽക്കുന്ന പല കഴിവുകളെയും കണ്ടെത്തി പുറത്തു കൊണ്ടുവരാൻ, അവന്റെ സർഗാത്മകമായ കഴിവുകൾ, അതിൽപ്പെട്ട കലാപരമായത്, എഴുത്ത്, വര തുടങ്ങിയിരിക്കുന്ന പല കാര്യങ്ങളെയും പുറത്തു കൊണ്ടുവരാൻ സഹായിക്കുന്ന വേദിയാണല്ലോ വിദ്യാരംഗ കലാസാഹിത്യവേദി. അതിനു വേണ്ടിയിട്ട് ഉള്ള പ്ലാറ്റ്ഫോമുകൾ, ഈ പ്ലാറ്റ്ഫോമുകൾ നമ്മുടെ അധ്യാപകരുടെ നേതൃത്വത്തിൽ നിങ്ങളുടെ കുട്ടികൾക്ക് തരാൻ വേണ്ടി, അല്ലെങ്കിൽ നമ്മുടെ കുഞ്ഞുമക്കൾക്ക് വേണ്ടി, അല്ലെങ്കിൽ മുതിർന്ന കുട്ടികൾക്ക് വേണ്ടിയൊക്കെ ഈ പറയുന്ന സംവിധാനത്തെ ഉപയോഗപ്പെടുത്താൻ പോവാണ്. അത് ഏറ്റവും നല്ല രീതിയിൽ നമ്മുടെ കുട്ടികൾ ഉപയോഗപ്പെടുത്തി ഏറ്റവും മിടുക്കന്മാരും മിടുക്കുകളുമായി മാറണം എന്നുള്ളതാണ്. നമ്മുടെ BRC ഒക്കെ മുൻകൈയെടുത്ത് ആരംഭിച്ചിട്ടുള്ള ഹോം ലൈബ്രറിയൊക്കെ നല്ല രീതിയിൽ ഏറ്റെടുത്തവരാണ് വേളങ്കോട് സ്കൂൾ. ഒരുപാട് കുട്ടികളെ വീട്ടിൽ ഹോം ലൈബ്രറി ഉദ്ഘാടനത്തിന് പോയ ഒരാളാണ് ഞാൻ. ഈ കോവിഡ് കാലത്ത് നമ്മുടെ മക്കൾ വായിച്ചത് 50,000 പുസ്തകങ്ങളാണ് നമ്മൾ BRCയിലെ പരിധിയിലെ കുട്ടികൾ വായിച്ചിട്ടുള്ളത്. 4,500. ഇപ്പോൾ അത് മാനിപുരം സ്കൂൾ വലിയൊരു കുതിപ്പുണ്ടായി. 1000-ഓളം ലൈബ്രറികൾ ഒന്നിച്ചാണ് അവർ വലിയൊരു തുടക്കമായിട്ടുള്ളത്. അങ്ങനെ അവിടെ ഇപ്പോൾ ഉള്ള കണക്കൂടെ വന്നു 5000-ന് മുകളിലുള്ള ഒരു ഹോം ലൈബ്രറികൾ നമുക്ക് ഉണ്ടായിട്ടുണ്ട് നമ്മുടെ BRC പരിധിയിൽ. നിങ്ങളും എൻ്റെ കൂട്ടുകാരോട് പറയാനുള്ളത്, ഈ കോവിഡ് കാലത്ത് നമുക്ക് ഈ പറയുന്ന ഫോണിൻ്റെയൊക്കെ വഴിയാണ് നമ്മൾ കാര്യങ്ങളൊക്കെ ആസൂത്രണം ചെയ്യുന്നത്, ക്രമീകരിക്കുന്നതെങ്കിലും നന്നായിട്ട് വായിക്കാനുള്ള ഒരു നല്ല കാലമാക്കി ഇതിനെ മാറ്റണം. അധ്യാപകരൊക്കെ ലൈബ്രറികൾ തുടങ്ങണം, അധ്യാപക ലൈബ്രറികൾ. അപ്പം അതിൻ്റെയൊക്കെ നല്ല ചിത്രങ്ങൾ ഇപ്പോൾ നമുക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ എല്ലാവരും വായനയുടെ ഒരു വഴിയൊക്കെ പോവുക, വായിച്ചതിൽ നിന്ന് സ്വന്തമാക്കിയ അറിവിനെ ഉപയോഗപ്പെടുത്തി ആവിഷ്കാരത്തിന്റെ തലത്തിലേക്ക് പോവുക. അത് എഴുത്തായിട്ടും വരയായിട്ടും പാട്ടായിട്ടും പറയലുകളായിട്ടും ഒക്കെ നിങ്ങളുടെ സർഗസിദ്ധികൾ ഏറ്റവും ഉത്കൃഷ്ടമായ രീതിയിൽ പുറത്തു വരട്ടെ. എല്ലാവിധ ഭാവുകങ്ങളും അഭിനന്ദനങ്ങളും ആദ്യമേ തന്നെ ഞാൻ നേരുകയാണ്. വേളങ്കോട് സ്കൂളത്തെ വിദ്യാരംഗ സാഹിത്യവേദിയുടെ
ഔപചാരികമായ ഉദ്ഘാടനം ഈ ഒരു മാധ്യമം വഴി നിർവഹിച്ചതായി അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. എല്ലാവർക്കും വിജയാശംസകൾ. ബഹുമാനപ്പെട്ട ഹെഡ് മിസ്റ്റർ, ടീച്ചേഴ്സ്, എൻ്റെ പ്രിയ കൂട്ടുകാരെ, നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ നമസ്കാരം. മലങ്കര കത്തോലിക്ക സഭയുടെ സ്ഥാപകനും ദൈവദാസനുമായ മാർ ഇവാനിയോസ് പിതാവിൻ്റെ അനുസ്മരണ ദിനമാണല്ലോ ജൂലൈ 15. നമ്മുടെ മാതൃരാജ്യമായ ഭാരതത്തെ സുവിശേഷത്തിൻ്റെ നന്മകളാൽ സമ്പന്നമാക്കാൻ തുനിഞ്ഞിറങ്ങിയ ഒരു സുവിശേഷകനായിരുന്നു ദേവദാസൻ മാർ ഇവാനിയോസ് മെത്രാപ്പോലിത്ത. മലങ്കര സഭയുടെ നവോത്ഥാന നായകനും പുനരൈക്യ പ്രസ്ഥാനത്തിന്റെ ശില്പിയുമായ മാർ ഇവാനിയോസ് അസാധാരണ വിശുദ്ധിയാർജിച്ച വ്യക്തിത്വത്തിന്റെ ഉടമയായിരുന്നു. ദൈവത്തിനും ദൈവജനത്തിനും വേണ്ടി സ്വന്തം ജീവിതം സമർപ്പിച്ച പുണ്യചരിതനായിരുന്നു പിതാവ്. 1892 സെപ്റ്റംബർ 21 മാവേലിക്കരയുള്ള പണിക്കർ കുടുംബത്തിൽ അദ്ദേഹം ജനിച്ചു. 1907 MA ബിരുദം നേടി. 1908 വൈദികനായി. സുറിയാനിക്കാരുടെ ഇടയിലെ ആദ്യത്തെ MA-കാരനായിരുന്നു പിതാവ്. തന്മൂലം അദ്ദേഹം MA അച്ഛൻ എന്ന് അറിയപ്പെട്ടു. 1913 മുതൽ 1919 വരെ സെറാംപൂരിൽ അദ്ദേഹം പഠിപ്പിച്ചുകൊണ്ടിരുന്നു. സ്വന്തം സഭയിലെ അസ്വസ്ഥതകളും പിളർപ്പുകളും അദ്ദേഹത്തെ വേദനിപ്പിച്ചു. 1925 PT വർഗീസ് മാർ ഇവാനിയോസ് എന്ന പേരിൽ മെത്രാനായി വാഴിക്കപ്പെട്ടു. 1929 മെത്രാപ്പോലിത്തയായി ഉയർത്തപ്പെട്ടു. ദൈവസേവനത്തിന് സുവിശേഷ പ്രഘോഷണം അത്യന്താപേക്ഷിതമാണെന്ന് തിരിച്ചറിഞ്ഞ ആത്മവിചിന്തനം അദ്ദേഹത്തെ കൊണ്ടെത്തിച്ചത് മിഷണറി സമൂഹത്തിന്റെ രൂപീകരണത്തിലേക്കാണ്. അങ്ങനെയാണ് 1919 ആഗസ്റ്റ് 15 മുണ്ടൻമലയിൽ ബദനി സന്യാസാശ്രമം രൂപം കൊണ്ടത്. 1925 സെപ്റ്റംബർ 8 ബദനി സന്യാസിനി സമൂഹം അദ്ദേഹം സ്ഥാപിച്ചു. മുണ്ടൻമലയിലെ ബദനി ആശ്രമത്തിൽ പ്രാർത്ഥനയിലും ധ്യാനത്തിലും അദ്ദേഹം കഴിഞ്ഞുകൂടി. കൂനൻ കുരിശ് സത്യത്തോടെ കത്തോലിക്ക സഭയിൽ നിന്ന് വേർപിരിഞ്ഞ സഭാ സമൂഹങ്ങൾ പുനരൈക്യ ചിന്തയുമായി മുന്നോട്ടു പോയി. എന്നാൽ പല പിതാക്കന്മാരും അതിൽ നിന്ന് പിന്മാറി. എങ്കിലും മാർ ഇവാനിയോസ് പിതാവ് അതിൽ നിന്നും പിന്മാറിയില്ല. മുണ്ടൻമലയിലെ ആശ്രമത്തിൽ നിന്ന് നേടിയ ആത്മീയ ഉണർവുമായി 1930 ആഗസ്റ്റ് 19 അവർ ബദനി വിട്ടിറങ്ങി. വെണ്ണിക്കുളത്ത് ഒരു കെട്ടിടത്തിൽ താമസിച്ചു. 1930 സെപ്റ്റംബർ 20 കൊല്ലം ബിഷപ്പ് മാർ ബെൻസിഗർ തിരുമേനിയുടെ മുമ്പിൽ സത്യപ്രതിജ്ഞ ചെയ്ത് കത്തോലിക്ക സഭയിലേക്ക് പുനരൈക്യപ്പെട്ടു. 1953 ജൂലൈ 15 തിരുമേനി കാലം ചെയ്തു. പൗരോഹിത്യത്തിലൂടെ, സന്യാസത്തിലൂടെ, പുനരൈക്യത്തിലൂടെ, സഭാ സേവന ശുശ്രൂഷയിലൂടെ, സുവിശേഷ പ്രഘോഷണത്തിലൂടെ സ്വയം ദൈവത്തോട് ഐക്യപ്പെട്ട് അനേകരെ ഐക്യത്തിന്റെ പാതയിലേക്ക് വഴി നടത്തിയ മാർ ഇവാനിയോസ് പിതാവ് മലങ്കര സഭയ്ക്ക് ദൈവം കനിഞ്ഞു നൽകിയ ഒരു അനുഗ്രഹമായിരിക്കുന്നു. സാമൂഹ്യ, സാംസ്കാരിക, രാഷ്ട്രീയ രംഗങ്ങളിൽ മാർ ഇവാനിയോസ് പിതാവ് പ്രസരിപ്പിച്ച തേജസ് എക്കാലത്തെയും യുവതലമുറയ്ക്ക് വിലപ്പെട്ട ഒന്നാണ്. കാലത്തിന്റെ അടയാളമായി വിശുദ്ധിയുടെ വിശുദ്ധ സ്ഥലത്ത് എഴുതപ്പെട്ട നാമം അൾത്താരയിൽ വണങ്ങുവാൻ ഈ തലമുറയ്ക്ക് ഭാഗ്യം ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം. महर्षे बदनि पदे महर्षे तबो निधे
സ്നേഹം നിറഞ്ഞ കുഞ്ഞുങ്ങളെ, അധ്യാപകരെ, സ്കൂളിന്റെ മാനേജർ സിസ്റ്റർ പരിമള, സ്നേഹം നിറഞ്ഞ സ്കൂളിന്റെ HM മേരി കാഞ്ച സിസ്റ്റർ, സ്കൂൾ ഹയർ സെക്കൻഡറി സ്കൂളിന്റെ പ്രിൻസിപ്പാൾ ബിവിൻ സാർ, ജൂലൈ മാസം 15-ാം തീയതി എല്ലാ വർഷവും നമ്മൾ കൊണ്ടാടുന്ന വിദ്യാരംഭ കലാ സാഹിത്യവേദിയുടെ ഉദ്ഘാടനവും സ്കൂളിൽ നമ്മൾ എല്ലാ വർഷവും നടപ്പിലാക്കുന്നു. ഈ വർഷം നമുക്ക് കുഞ്ഞുങ്ങളെയെല്ലാം കൂട്ടിയിരുത്തിക്കൊണ്ട് ഈ കലാവേദി ഉദ്ഘാടനം ചെയ്യാൻ കഴിയാതെ പോയതിന്റെ ഒരു പ്രയാസവും അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കും എല്ലാവർക്കും ഒരു പ്രയാസത്തിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാവുന്നതുപോലെ ലോകം മുഴുവനും ഈ മഹാമാരി COVID-19 പിടിപെട്ടതിന്റെ ഭാഗമായി ഈ നാട്ടിൽ കുട്ടികൾക്ക് പഠിക്കാനുള്ള, തന്റെ സ്കൂളിൽ വന്ന് പഠനം നടത്താനുള്ള ഈ സാഹചര്യം ഇല്ലാതെ വന്നിരിക്കുക. മക്കളെല്ലാവരും അധ്യാപകർ നിർദ്ദേശിക്കുന്ന ഓൺലൈൻ ക്ലാസ്സുകളിലും പഠിക്കുന്നതോടൊപ്പം പഠനം ഏറ്റവും നല്ല രീതിയിൽ പഠിക്കാൻ കഴിയുന്ന രീതിയിൽ കുട്ടികൾ പഠനരംഗത്ത് ശ്രദ്ധിക്കണമെന്നാണ് ഈ അവസരത്തിൽ കുട്ടികളോട് എനിക്ക് പറയാനുള്ളത്. ഈ സാഹചര്യത്തിൽ നമ്മുടെ സ്കൂളിൽ വിദ്യാരംഗ കലാസാഹിത്യവേദി കുട്ടികളുടെ കഴിവുകൾ സ്കൂളിൽ വെച്ച് അവരുടെ ക്ലാസ് റൂമിൽ സഹപാഠിയോടൊപ്പം നിന്നുകൊണ്ട് അവരുടെ കഴിവുകൾ തെളിയിക്കാനുള്ള ഒരു അവസരമായിരുന്നു. ആ അവസരമാണ് ഇന്ന് നമ്മൾ വീടുകളിൽ വെച്ചുകൊണ്ട് സ്വന്തം രക്ഷകർത്താക്കളുടെയും സഹോദരങ്ങളുടെയും സഹോദരിമാരുടെയും ഇടയിൽ നിന്നുകൊണ്ട് തന്റെ കഴിവുകൾ പ്രദർശിപ്പിച്ചുകൊണ്ട് കുട്ടികൾ അവരുടെ കഴിവുകളെല്ലാം പ്രദർശിപ്പിക്കാൻ പഠനത്തോടൊപ്പം കഴിയുമാറുന്ന രീതിയിലായിരിക്കണം മുന്നോട്ട് പോകേണ്ടത്. തന്റെ കയ്യിലുള്ള കാരണവന്മാരുടെ മൊബൈൽ എടുത്ത് തന്റെ കഴിവുകൾ സ്വന്തം സഹോദരന്മാരെ കൊണ്ട് ഡാൻസ് ആണേലും പാട്ടാണേലും അഭിനയമാണേലും കഥാപ്രസംഗമാണേലും തന്റെ കഴിവുകൾ പരമാവധി മൊബൈലിലൂടെ വീഡിയോ പിടിച്ച് നമ്മുടെ ക്ലാസ് ടീച്ചേഴ്സിന് അയച്ചു കൊടുത്തുകൊണ്ട് അവരുടെ മാർക്കും കഴിവുകൾ തെളിയിക്കാൻ വേണ്ടിയും അവസരവും കൂടിയാണ് ഇന്നിപ്പോൾ നമ്മൾ ഈ നിലയിൽ നടത്താൻ ആഗ്രഹിക്കുന്നത്. യഥാർത്ഥത്തിൽ സ്കൂളിൽ വെച്ച് ക്ലാസ് റൂമിൽ വെച്ചാണ് നടത്തേണ്ട പരിപാടിയായിരുന്നു. അതിൽ നിന്ന് ഇപ്പോൾ ഈ നിലയിലേക്ക് മാറേണ്ട ഒരു സാഹചര്യം വന്നിരിക്കുകയാണ്. നമ്മുടെ സ്കൂളിന്റെ മാനേജ്മെന്റിന്റെ സ്ഥാപകനായിരുന്ന മാർ ഇവാനിയോസ് പിതാവിന്റെ 37ാം അനുസ്മരണ ദിനം കൂടിയാണ് ജൂലൈ മാസം 15-ാം തീയതി കൊണ്ടാടുന്നത്. പിതാവ് വളരെ നല്ല കാര്യങ്ങളാണ് ഈ സമൂഹത്തിന് വേണ്ടി, പ്രത്യേകിച്ച് മലങ്കര കത്തോലിക്ക സഭയ്ക്ക് വേണ്ടി നൽകിയിട്ടുള്ളത്. അതിന്റെ ഭാഗമായിട്ടാണ് നമ്മുടെ സ്കൂളും വേളങ്കോട് സെന്റ് ജോർജ് ഹയർ സെക്കൻഡറി സ്കൂള് ഇന്ന് ഇവിടെ പ്രവർത്തനം നടക്കുന്നത്. പിതാവിനെ കുറിച്ച് പറയുവാണെങ്കിൽ അദ്ദേഹത്തിന്റെ കൊച്ചുനാളുകളിലെല്ലാം അദ്ദേഹം നടത്തിയ പ്രവർത്തനത്തിന്റെ ഭാഗമായി കൊച്ചു ഗീവറീസ് അച്ഛനെന്നും, അതോടൊപ്പം തന്നെ അച്ഛൻ പല സ്ഥലങ്ങളിലായി തന്റെ കുദാശകളെ കുറിച്ച് സംസാരിക്കുകയപ്പോൾ അച്ഛനെ കുദാശ അച്ഛനെന്നും, അച്ഛനെ അതോടൊപ്പം തന്നെ ഫാദർ PT ഗീവറീസ് എന്നും, അതോടൊപ്പം തന്നെ കേരളക്കരയിലെ ബദനി സന്യാസി സമൂഹത്തിൽ MA കരസ്ഥമാക്കിയ ആ കാലത്തെ ഒരു അച്ഛനായിരുന്നു പിതാവ്. അച്ഛനെ MA അച്ഛനെന്നും അറിയപ്പെട്ടിരുന്നു. അങ്ങനെ അച്ഛൻ അദ്ദേഹത്തിന്റെ ഉപരിപഠനത്തിനായി പഠിക്കുകയും പഠനത്തോടൊപ്പം തന്നെ അധ്യാപക ജീവനത്തിന് വേണ്ടി അദ്ദേഹം മറു രാജ്യങ്ങളിൽ പോയി പഠിപ്പിക്കുകയും ചെയ്തിരുന്നു.
അവിടുന്ന് പഠിപ്പിക്കുന്നതോടൊപ്പം തന്നെ വിദ്യാർത്ഥികളുടെ പരീക്ഷാ പേപ്പറുകൾ നോക്കുന്നതിന്റെ ഫലമായി കിട്ടിയിരുന്ന ആനുകൂല്യങ്ങൾ, അന്ന് കിട്ടിയിരുന്ന 500 രൂപ, ആ പണം എടുത്തുകൊണ്ട് കേരളക്കരയിലെ സന്യാസി സമൂഹത്തിലുള്ള അല്ലെങ്കിൽ മലങ്കര കത്തോലിക്ക സഭയിലെ അല്ലെങ്കിൽ പഠിക്കാൻ കഴിവുള്ള ആളുകളെ തെരഞ്ഞെടുത്തുകൊണ്ടുപോയി വിദ്യാഭ്യാസം നൽകുകയും അവിടെ നിന്ന് അച്ഛൻ വളരെ നല്ല രീതിയിലുള്ള മാതൃകാപരമായ പ്രവർത്തനം നടത്താൻ കഴിഞ്ഞു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. അതുപോലെ മലങ്കര സഭയിലെ യുവതിയുവാക്കളെ സന്യാസി സമൂഹത്തിലേക്ക് ഉയർത്തിപ്പിടിക്കാനും അച്ഛന് വളരെ പ്രാധാന്യത്തോടുകൂടി കഴിഞ്ഞു എന്നുള്ളതിന്റെ ഫലമായിട്ടാണ് നമ്മുടെ ഇന്നിപ്പോഴുള്ള ബദനി സന്യാസി സമൂഹം ഇന്ന് കേരളക്കരയിൽ ഏറ്റവും നല്ല രീതിയിൽ ഫലപ്രദമായ രീതിയിൽ അവരുടെ പ്രവർത്തനങ്ങൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. ബദനി പിതാവെന്നും അച്ഛനെ അറിയപ്പെട്ടിരുന്നു. ആ പിതാവിന്റെ ഓർമ്മയ്ക്ക് മുന്നിൽ നമ്മളെല്ലാവരും ഏതാണ്ട് ജൂലൈ മാസം 15-ാം തീയതി ബദനി സന്യാസ സമൂഹം തന്റെ പിതാവിന്റെ ഒപ്പം ഇരുന്നുകൊണ്ട് തന്റെ പിതാവിനെ ഓർക്കുന്നതിനു വേണ്ടി പിതാവിന്റെ അടുത്ത് പോയി അദ്ദേഹം മരണാന്തരം പറഞ്ഞ പോലെ, ഞാൻ സ്വർഗത്തിൽ പോയി എന്റെ സഭയ്ക്ക് വേണ്ടി, എന്റെ സമൂഹത്തിന് വേണ്ടിയും ഞാൻ സ്വർഗത്തിലിരുന്നു കൊണ്ട് പ്രാർത്ഥിക്കും. ആ പ്രാർത്ഥന പ്രിയമുള്ള കുഞ്ഞുങ്ങൾക്കും നമ്മുടെ സ്കൂളിനും നമ്മുടെ സ്കൂളിലെ അധ്യാപകർക്കും അതോടൊപ്പം തന്നെ PTA അംഗങ്ങൾക്കും എല്ലാവർക്കും അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. അതോടൊപ്പം തന്നെ സ്കൂൾ PTAക്ക് വേണ്ടി എല്ലാവിധ അനുഗ്രഹ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ഇന്നത്തെ കലാസാഹിത്യവേദിക്ക് അധ്യക്ഷം വഹിക്കുന്ന ബഹുമാനപ്പെട്ട മദർ പരിമള, ഈ കലാവേദി ഉദ്ഘാടനം ചെയ്യുന്നതിനായി എത്തിയിട്ടുള്ള മെഹർ അലി, BPO മെഹർ അലി സാർ, PTA പ്രസിഡന്റ് ശ്രീ ഷിജി ആൻ്റണി, പ്രിൻസിപ്പൽ ബിബിൻ സാർ, മാർ ഇവാനിയോസ് അനുസ്മരണ പ്രഭാഷണം നടത്തുന്ന കുമാരി ദിയ തെരേസ്, ജിനിൽ ജിജി, പ്രിയപ്പെട്ട രക്ഷകർത്താക്കളെ, അധ്യാപകരെ, കുഞ്ഞുങ്ങളെ, വേളങ്കോട് സെൻറ് ജോർജ് ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ ആത്മീയ പിതാവും ബദനി സന്യാസ സമൂഹത്തിൻ്റെ സ്ഥാപകനുമായ ദേവദാസന്മാർ ഇവാനിയോസ് പിതാവിൻ്റെ സ്വർഗപ്രവേശനവും വിദ്യാരംഗ കലാസാഹിത്യവേദിയുടെ ഉദ്ഘാടനവും സമന്വയമായി നാം നടത്തുന്ന ഈ വേളയിൽ വന്യപിതാവിൻ്റെ സ്നേഹസ്മരണയ്ക്ക് മുമ്പിൽ ആദരാഞ്ജലികൾ അർപ്പിക്കട്ടെ. കുഞ്ഞുങ്ങൾക്ക് സ്കൂളിൽ നേരിട്ട് വരാനും പാഠ്യേതര പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കുവാനും സാധിക്കാത്ത ഇന്നിൻ്റെ സാഹചര്യത്തിൽ പരിമിതമായിട്ടെങ്കിലും ഈ കലാവേദി നാം സംഘടിപ്പിക്കുകയാണ്. വിദ്യാർത്ഥികളുടെ ശോഭനമായ ഭാവിയെക്കുറിച്ച് ഏറെ പ്രതീക്ഷകൾ വെച്ചു പുലർത്തുന്നവരും ദീർഘവീക്ഷണമുള്ളവരുമായ വിദ്യാഭ്യാസ വിചക്ഷണരുടെ നിഗമനങ്ങളുടെയും പരീക്ഷണങ്ങളുടെയും അനന്തരഫലമാണ് വിദ്യാലയത്തിൽ വെച്ച് തന്നെ സാഹിത്യാദി കലകളുമായി ബന്ധപ്പെടുത്തണമെന്നത്. ഏത് മഹത്വത്തെയും ഉൾക്കൊള്ളാൻ മനുഷ്യന് കഴിയും. ആ കഴിവിനെ പരിപോഷിപ്പിച്ചെങ്കിലേ ഓരോ വ്യക്തിയുടെയും ജീവിതം അർത്ഥസമ്പുഷ്ടമാകും. ആരുമറിയാതെ വനാന്തരങ്ങളിൽ വിടർന്നു കൊഴിയുന്ന കാട്ടുപൂക്കളെപ്പോലെ നിത്യവിസ്മൃതിയിൽ അമരാനുള്ളവരല്ല നമ്മൾ. നമ്മളിലെല്ലാമുള്ള കലാവാസനകളെ നമ്മൾ പരിപോഷിപ്പിക്കണം. അവയെ നമ്മുടെ സമൂഹത്തിൻ്റെ നന്മയ്ക്കായി വിനിയോഗിക്കുകയും വേണം. അതിനെല്ലാമുള്ള പ്രേരണയുടെ തിരി കൊളുത്തിയെടുക്കേണ്ടത് സാഹിത്യ സമാജം പോലുള്ള പാഠ്യേതര പ്രവർത്തനങ്ങളിൽ നിന്നാണ്. ഈ പ്രവർത്തനങ്ങളിൽ നിന്നും ഉൾക്കൊള്ളുന്ന വെളിച്ചം നമ്മുടെ ജീവിതരഥികളെ പ്രഭാപൂർണമാക്കട്ടെ. എൻ്റെ എല്ലാ പ്രിയപ്പെട്ട മക്കൾക്കും മാർ ഇവാനിയോസ് അനുസ്മരണ ദിനത്തിൻ്റെയും വിദ്യാരംഗ കലാസാഹിത്യവേദിയുടെ ഉദ്ഘാടനത്തിൻ്റെയും എല്ലാ നന്മകളും ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി. പ്രിയമുള്ളവരെ, വേളങ്കോട് സെൻറ് ജോർജ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് ഇന്ന് നടക്കുന്ന മാർ ഇവാനിയോസ് അനുസ്മരണ യോഗവും വിദ്യാരംഗ കലാസാഹിത്യ സമിതി ഉദ്ഘാടനവുമാണല്ലോ. എൻ്റെ വ്യക്തിപരമായ പേരിലും കോടഞ്ചേരി ഗ്രാമപഞ്ചായത്തിൻ്റെ പേരിലും എല്ലാവിധ ആശംസകളും നേരുന്നു. സ്നേഹം നിറഞ്ഞവരെ, വേളങ്കോട് സെന്റ് ജോർജസ് ഹൈസ്കൂളിൽ ഇന്ന് നടക്കുന്ന മാർ ഇവാനിയോസ് അനുസ്മരണ ദിനത്തിന് എൻ്റെ എല്ലാവിധ ആശംസകളും നേരുന്നു. അതുപോലെ തന്നെ പഠനത്തോടൊപ്പം കലാസാഹിത്യ രംഗത്ത് മികവ് പുലർത്തുന്നതാണല്ലോ നമ്മുടെ വേളങ്കോട് സ്കൂൾ.
ഇന്ന് നടക്കുന്ന വിദ്യാരംഗ കലാസാഹിത്യ സമിതി ഉദ്ഘാടനത്തിന് എന്റെ വ്യക്തിപരമായ പേരിലും കോടഞ്ചേരി ഗ്രാമപഞ്ചായത്തിന്റെ പേരിലും എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. തഞ്ചാവൂര് പട്ടം ദിനം തങ്കം തെളിയണ പട്ടു തിളങ്ങണ
രാരിരാരിരോ രാരിരാരാരിരാരോ. അമ്മക്കുയിലേ ഒന്നു പാടൂ, അമ്മിഞ്ഞപ്പാലിൽ ഒന്നു നീരാടിക്കോട്ടെ. അമ്മക്കുയിലേ ഒന്നു പാടൂ, അമ്മിഞ്ഞപ്പാലിൽ ഒന്നു നീരാടിക്കോട്ടെ. ഉറക്കമില്ലമ്മേ ഉറങ്ങാൻ, നിന്റെ താരാട്ടു കേട്ടൊന്നു മയങ്ങാൻ. ഉറക്കമില്ലമ്മേ ഉറങ്ങാൻ, നിന്റെ താരാട്ടു കേട്ടൊന്നു മയങ്ങാൻ. രാത്രി പകലായി മാറ്റും ഞാൻ ഈ രാജമല്ലി മരച്ചോട്ടിൽ, രാക്കുയിലായി പാടിയ പാട്ടിൽ രാജകുമാരിയല്ലേ ഞാൻ. രാജമെന്നമ്മേ സൗഭാഗ്യനാളെന്നമ്മേ. അമ്മക്കുയിലേ ഒന്നു പാടൂ, അമ്മിഞ്ഞപ്പാലിൽ ഒന്നു നീരാടിക്കോട്ടെ. രാജയോഗത്തിൽ പിറവിയല്ലേ അമ്മ, കാതോടു കാതിലെന്നും പറഞ്ഞതല്ലേ. പൂജ കഴിയും പ്രഭാതങ്ങളിലെന്നും പാൽ കഞ്ഞി നൽകുവാൻ വന്നുവെങ്കിൽ, എന്തിനു നീ മോഹങ്ങൾ തന്നേച്ചും പോയി. എങ്ങനെ ശൂന്യതയിൽ സൗഭാഗ്യം നേടാൻ. ദൂരെ നീ പാർക്കും ശൂന്യതയിൽ ഈ പാട്ടിന്റെ സ്വരം കേൾക്കുമോ. അമ്മക്കുയിലേ ഒന്നു പാടൂ, അമ്മിഞ്ഞപ്പാലിൽ ഒന്നു നീരാടിക്കോട്ടെ. കാലം പണി തീർത്ത ചരചൈലയിൽ നിന്റെ ചിരകാല മോഹമെല്ലാം ചിറകറ്റുപോയി. നീ കൊതിപ്പിച്ച പൊൻപുലരി ഇന്നും അജ്ഞാതരാവിലെന്നും മറഞ്ഞു നിൽപ്പൂ. സാരെ വരൂ സാന്തോദിയോദാനായ അമ്മേ, കൈവിരലാൽ മുറിവേറ്റ നെഞ്ചിൽ തലോടാൻ. ഈ വിശാഖത്തിൽ ഉൾക്കടലിൽ നിന്റെ സ്നേഹാമൃതം നുകരാൻ. അമ്മക്കുയിലേ ഒന്നു പാടൂ, അമ്മിഞ്ഞപ്പാലിൽ ഒന്നു നീരാടിക്കോട്ടെ. ഉറക്കമില്ലമ്മേ ഉറങ്ങാൻ, നിന്റെ താരാട്ടു കേട്ടൊന്നു മയങ്ങാൻ. ഉറക്കമില്ലമ്മേ ഉറങ്ങാൻ, നിന്റെ താരാട്ടു കേട്ടൊന്നു മയങ്ങാൻ. രാത്രി പകലായി മാറ്റും ഞാൻ ഈ രാജമല്ലി മരച്ചോട്ടിൽ, രാക്കുയിലായി പാടിയ പാട്ടിൽ രാജകുമാരിയല്ലേ ഞാൻ. രാജമെന്നമ്മേ സൗഭാഗ്യനാളെന്നമ്മേ. അമ്മക്കുയിലേ ഒന്നു പാടൂ, അമ്മിഞ്ഞപ്പാലിൽ ഒന്നു നീരാടിക്കോട്ടെ. രാരിരാരിരോ രാരിരാരിരോ രാരിരാരാരിരാരോ. ജസ്ന തോമസ് 10, ജാസ്മിൻ തോമസ് 6B. നിസാരുവിൽ പൂത്തുലഞ്ഞതാ പുണ്യശ്ലോകനാ മാറിവാനിയോ തീർത്ഥയാത്രയിൽ പാത കാട്ടിയ ദൈവദാസന മാറിവാനിയോ പാവനമാം കബറിൽ വാഴും പാവന ഋഷി സൂരി ദേവികമാം സുകൃതം തേടിയിറങ്ങിയ സുരയോഗി മലങ്കര സഭയിൽ മക്കളിവർക്കായി പ്രാർത്ഥിക്കുന്നു.
പ്രാർത്ഥിക്കണമേ. മലങ്കര സഭയിൽ മക്കളിവർക്കായി പ്രാർത്ഥിക്കണമേ. പുണ്യസാനുവിൽ പൂത്തുലഞ്ഞതാ പുണ്യശ്ലോകനാം മാറിവാനിയോ. ഒരു നാൾ സർവം വെടിഞ്ഞ് ഒരു മല ഇറങ്ങി വന്നു നീ. മറുനാൾ പൊരുളെന്നറിഞ്ഞ സഭയിൽ പൊന്മലയേറി നീ. ഒരു നാൾ സർവം വെടിഞ്ഞ് ഒരു മല ഇറങ്ങി വന്നു നീ. മറുനാൾ പൊരുളെന്നറിഞ്ഞ സഭയിൽ പൊന്മലയേറി നീ. കരുണാമയനിൽ അഭയം തേടിയ താതനേ, ദൃഢമായി പൊരുളാം ഒലിവോടന്നു ചേർത്തു നീ. കരുണാമയനിൽ അഭയം തേടിയ താതനേ, ദൃഢമായി പൊരുളാം ഒലിവോടന്നു ചേർത്തു നീ. പാവനമാം കബറിൽ വാഴും പാവന ഋഷി സൂരി, ദേവികമാം സുകൃതം തേടിയിറങ്ങിയ സുരയോഗി. മലങ്കര സഭയിൽ മക്കളിവർക്കായി പ്രാർത്ഥിക്കണമേ. മലങ്കര സഭയിൽ മക്കളിവർക്കായി പ്രാർത്ഥിക്കണമേ. പുണ്യസാനുവിൽ പൂത്തുലഞ്ഞതാ പുണ്യശ്ലോകനാ മാറിവാനിയോ. ഭവനം പണിതു ദൂരെ ദൂരെ എങ്ങോ പോയതാ. ഭുവനം സർവം മെനഞ്ഞു കാത്തിടുന്ന സകലേശൻ. ഭവനം പണിതു ദൂരെ ദൂരെ എങ്ങോ പോയതാ. ഭുവനം സർവം മെനഞ്ഞു കാത്തിടുന്ന സകലേശൻ. വരമേൽപ്പിക്കും ദാസനെന്ന പോലെ നീ മഹോന്നതമായിടുമെന്നുമെന്നും നിൻ സ്മരണം. വരമേൽപ്പിക്കും ദാസനെന്ന പോലെ നീ മഹോന്നതനായിടുമെന്നുമെന്നും നിൻ സ്മരണം. പുണ്യസാനുവിൽ പൂത്തുലഞ്ഞതാ പുണ്യശ്ലോകനാം മാറിവാനിയോ. പാവനമാം കബറിൽ വാഴും പാവന ഋഷി സൂരി, ദേവികമാം സുകൃതം തേടിയിറങ്ങിയ സുരയോഗി. മലങ്കര സഭയിൽ മക്കളിവർക്കായി പ്രാർത്ഥിക്കണമേ. മലങ്കര സഭയിൽ മക്കളിവർക്കായി പ്രാർത്ഥിക്കണമേ. ബഹുമാനപ്പെട്ട ഹെഡ് മിസ്റ്റേഴ്സ്, ടീച്ചർ, എൻ്റെ പ്രിയ കൂട്ടുകാരെ, എൻ്റെ പേര് ജെനിൻ ജിജി. എല്ലാവരും സേഫാണെന്ന് കരുതുന്നു. എല്ലാ വർഷവും നമ്മുടെ ക്ലാസ്സുകളിൽ സാഹിത്യ സമാജം നാം നടത്താറുണ്ട്. അറിവും അനുഭവങ്ങളും സ്വന്തമാക്കുന്ന വിദ്യാലയ ജീവിത കാലഘട്ടത്തിൽ വിദ്യാർത്ഥികളിലെ പ്രതിഭകളെ കണ്ടെത്തി വളർത്തുവാനും വ്യക്തിത്വത്തെ ജ്വലിപ്പിക്കുവാനും സാഹിത്യ സമാജത്തിന് കഴിയും. കുട്ടികളിലെ കലാവാസനകൾ അതിൻ്റെ തുടക്കത്തിൽ തന്നെ നാം പാകപ്പെടുത്തി എടുക്കുന്നത് നമ്മുടെ സ്കൂളിൽ നടത്തുന്ന സാഹിത്യ സമാജങ്ങളിൽ കൂടിയാണ്. നമ്മൾ ഓരോരുത്തരിലും പലതരത്തിലുള്ള കലാവാസനകൾ കാണാം. നാം വലുതാകുമ്പോൾ നമ്മളെ നല്ല കലാഹൃദയമുള്ള ഒരു മനുഷ്യനാക്കാൻ സാഹിത്യ സമാജങ്ങൾക്ക് കഴിയും. ഈ കൊറോണ കാലത്ത് നമ്മുടെ സ്കൂളുകൾ തുറക്കാൻ വൈകുകയാണ്. എന്നാലും നമ്മുടെ ഒത്തുചേരൽ അധികം താമസിക്കില്ല എന്ന് നമുക്ക് പ്രത്യാശിക്കാം. ഒപ്പം ഈ വർഷത്തെ നമ്മുടെ സാഹിത്യ സമാജത്തിന് എല്ലാവിധ ആശംസകളും ഞാൻ നേരുകയും ചെയ്യുന്നു. നന്ദി, നമസ്കാരം.
വരുമോ, സ്വരങ്ങൾ വരുമോ, മഴയുടെ ശ്രുതി തരുമോ? ഒരു ദിനം കനവിൻ മലർവനം അരികിലതു മിഴികളിലടരുകയോ? ഇതുവരെ കരളിൽ പ്രിയമൊഴി മധു പകരും പലദിനമോർത്തിടവേ. പണ്ടു പണ്ടേ പൂത്ത മലരുകൾ മിന്നും മിന്നുങ്ങുക ഒരു കുറിയിനി വരുമോ? നറുചിരിയുടെ ഇതളുകൾ പുലരൊളി നിറവുകൾ ഇരുളിതിലായി വരുമോ? പൊന്നിലക്കൂട്ടിലെ തുമ്പികൾ വിണ്ണിലെങ്ങോ മാഞ്ഞുപോയി. അകലെ അകലെ ഒരു മഴവില്ല മാറിയോ, ഓ മാറിയോ? കാതിലെ തേന്മഴ തോരവേ, ഉള്ളിലെ മോഹങ്ങൾ തേങ്ങവേ. പൊൻചിരം പണിയും നിമിഷങ്ങളിതിലെ പായവേ, ഓ പായവേ. ഇവിടെ ഇരുളിൽ മനസ്സു നിറയെ സ്മൃതികൾ നീറുന്നുവോ? മറന്ന പാട്ടിൻ വരികളിനിയും എന്നെഞ്ചിൽ തഴുകിടുമോ? ഒരു ദിനം കനവിൻ മലർവനം അരികിലതു മിഴികളിലടരുകയോ? ഇതുവരെ കരളിൽ പ്രിയമൊഴി അതു പകരും പലദിനമോർത്തിടവേ. പണ്ടു പണ്ടേ പൂത്ത മലരുകൾ മിന്നുങ്ങുക ഒരു കുറി.
വിശ്വസംസ്കാരവേദിയിൽ പുത്തനാം അശ്വമേധം നടത്തുകയാണ് ഞാൻ. വിശ്വസംസ്കാരവേദിയിൽ പുത്തനാം അശ്വമേധം നടത്തുകയാണ് ഞാൻ. നിങ്ങ കണ്ടോ ശിരസ്സുയർത്തിപ്പാൻ എൻ കുതിരേ ചെമ്പൻ കുതിരേ. നിങ്ങ കണ്ടോ ശിരസ്സുയർത്തിപ്പാൻ എൻ കുതിരേ ചെമ്പൻ കുതിരേ. എന്തൊരുന്മേഷമാതിൻ കൺകൾ, എന്തൊരുത്സാഹമാതിൻ കാൽകൾ. കോടി കോടി പുരുഷാന്തരങ്ങളിൽ കോടി നേടിയതാണ് സിദ്ധികൾ. എട്ടി എട്ടി പ്രകൃതിയെ മല്ലിട്ട് എട്ടി നേടിയതാണ് സിദ്ധികൾ. മന്ത്രമായൊരു പിഞ്ചികാചാലന തന്ത്രമല്ലത് സംസ്കാരമന്ത്രം. കോടി കോടി ശതാബ്ദങ്ങൾ മുമ്പൊരു കാടിനുള്ളിൽ വെച്ചെന്റെ പിതാമഹൻ കണ്ടതാണ് കുതിരെ. കാട്ടുപുല്ലിൽ കണ്ടുകളിൽ വളർത്തി ദൃശ്യമാണ് കാട്ടുചോലകൾ പാടിയ പാട്ടുകൾ ഏറ്റുപാടി പഠിച്ച മുത്തശ്ശികൾ. ഇന്നലത്തെ ചരിത്രം മയങ്ങുന്ന മണ്ണിലൂടെ കുതിച്ചു പാഞ്ഞിടമേ. എത്ര എത്ര ശവകുടീരങ്ങൾ ചിത്രമാടിയതാണ് കുളങ്ങൾ. രാഷ്ട്രപ്രധാന തൻ കോട്ട പുത്തളങ്ങളെ പിന്നിടും യാത്രയിൽ എത്ര ഒറ്റക്കുടകൾ മൃഗങ്ങൾ കുത്തി നിർത്തിയ മുത്തണിക്കുമ്പോൾ. നന്ദി. നാരിയതാരുടെ ഭാര്യയാട്ടെ അവളെയും
തുടച്ചു മെല്ലെ തൊഴുതുറച്ചു. എന്റെ ഈ ഉടച്ചേർത്ത് മതിൽ കെട്ടുമ്പോൾ ഉറ്റവരെ നിങ്ങൾ ഒന്നോർക്കണേ. എന്റെ ഈ വലം കൈയിൽ ഈടം മാറും കെട്ടിമറക്കല്ലേ ഉടയവരെ. എന്റെ ഈ കുഞ്ഞ് കരഞ്ഞിടുമ്പോൾ അവനെ തഴുകാനി കൈവേണമല്ലോ. മൈതാനമേറ്റ് തളർന്നു വന്നെത്തുമ്പോൾ അവനെ കൂട്ടാനീ മുലപ്പാലു വേണമല്ലോ. നീട്ടിയ കൈയും ചുരന്ന മാറും ഈ പ്രതിമതൻ പേരല്ലോ അമ്മ. പുഴയുടെ തീരത്തൊരു ത്രാടരാവിൽ വിസ്മയമോടെ ഞാൻ നിന്നു. പുഴയുടെ തീരത്തൊരു ത്രാടരാവിൽ വിസ്മയമോടെ ഞാൻ നിന്നു. പുഴയിലൊരാകാശം കണ്ടു, മേലെ വാനിൽ പാൽപ്പുഴ കണ്ടു. തുഴയാതെ ഒഴുകി വരും തിരുവോണത്തോണികൾ കണ്ടു. തിരുവോണ തോണികൾ കണ്ടു. പുഴയുടെ തീരത്തൊരു ത്രാടരാവിൽ വിസ്മയമോടെ ഞാൻ നിന്നു. ചിരിക്കുന്നൊരരിപ്പൂക്കളെ ചൊല്ലൂ താരകൾ നിങ്ങളല്ലേ. ചിലമ്പുന്നൊരരിപ്രാക്കളെ തിങ്കൾ ചില്ലയിൽ നിങ്ങളില്ലേ. ചില്ലുനിലാവും മണിമുല്ലയും എൻ കടക്കണ്ണുമൊന്നല്ലേ. ആ ആ ആ പുഴയുടെ തീരത്തൊരു ത്രാടരാവിൽ വിസ്മയമോടെ ഞാൻ നിന്നു. പ്രകൃതി മനോഹരിണീ രാവിൽ നിറപറയൊരുക്കുന്നുവോ. പ്രണവമന്ത്രാക്ഷണത്താൽ നിന്നെ ദിക്കുകൾ വാഴ്ത്തുന്നുവോ. ശ്രാവണവും നിൻ വാസന്തവും എന്നോട് ചേലുമൊന്നല്ലേ. ആ ആ ആ പുഴയുടെ തീരത്തൊരു ത്രാടരാവിൽ വിസ്മയമോടെ ഞാൻ നിന്നു. പുഴയിലൊരാകാശം കണ്ടു, മേലെ വാനിൽ പാൽപ്പുഴ കണ്ടു. തുഴയാതെ ഒഴുകി വരും തിരുവോണത്തോണികൾ കണ്ടു. തിരുവോണ തോണികൾ കണ്ടു. പുഴയുടെ തീരത്തൊരു ത്രാടരാവിൽ വിസ്മയമോടെ ഞാൻ നിന്നു. നിലാപ്പൈതലേ മിഴിനീർമുത്ത് ചാർത്തിയോ കിളിത്തൂവൽ പോൽ അലിവോലുന്ന കൺപീലിയിൽ ഇതളുറ
മുത്തമായി നിലാപൈതലേ മിഴിനീർ മുത്ത് ചാർത്തിയോ കിളിത്തൂവൽ പോൽ അലിപോലുന്ന കൺപീലിയിൽ മുളം തണ്ടായി മുറിഞ്ഞ നിൻ മനം തഴുകുന്ന പാട്ടു ഞാൻ മറന്നേക്കു നൊമ്പരം മുളം തണ്ടായി മുറിഞ്ഞ നിൻ മനം തഴുകുന്ന പാട്ടു ഞാൻ മറന്നേക്കു നൊമ്പരം ഒരു കുരുന്നു കുമ്പിളിലേക്കിട കനിവാന സാന്ത്വനം നിലാപൈതലേ മിഴിനീർ മുത്ത് ചാർത്തിയോ കിളിത്തൂവൽ പോൽ അലിപോലുന്ന കൺപീലിയിൽ പറന്നെന്നാൽ തളർന്നു പോ ഇളം ചിറകുള്ള പ്രാവു നീ കുളിർമഞ്ഞു തുള്ളി നീ പറന്നെന്നാൽ തളർന്നു പോ ഇളം ചിറകുള്ള പ്രാവു നീ കുളിർമഞ്ഞു തുള്ളി നീ മുകിൽ മെനഞ്ഞ കൂട്ടിലുറങ്ങുവാൻ വരികിന്റെ ചാരി നീ നിലാപൈതലേ മിഴിനീർ മുത്ത് ചാർത്തിയോ കിളിത്തൂവൽ പോൽ അലിപോലുന്ന കൺപീലിയിൽ വിതുമ്പും കുഞ്ഞു മനസ്സിൽ ഇനിയും ഒന്നു വരുമോ നിറങ്ങൾ പിരിവിടർത്തും പൂക്കാലം സ്വരങ്ങൾ തമ്പുരുമീട്ടും ശ്രീരാഗം വിതുമ്പും കുഞ്ഞു മനസ്സിൽ ഇനിയും ഒന്നു വരുമോ നിറങ്ങൾ പിരിവിടർത്തും പൂക്കാലം സ്വരങ്ങൾ തമ്പുരുമീട്ടും ശ്രീരാഗം ആകാശം കാണാനിഷ്ടം നക്ഷത്രം ചൂടാനിഷ്ടം കിളികളെ മാടി വിളിക്കാനൊത്തിരി നൂറിഷ്ടം കിളി പോൽ പാടാനിഷ്ടം കളിച്ചിരി കൂടാനിഷ്ടം കഥകൾ കേട്ടു വളരാൻ എന്തെന്തിഷ്ടം എന്തെന്തിഷ്ടം വിതുമ്പും കുഞ്ഞു മനസ്സിൽ ഇനിയും ഒന്നു വരുമോ നിറങ്ങൾ പിരിവിടർത്തും പൂക്കാലം സ്വരങ്ങൾ തമ്പുരുമീട്ടും ശ്രീരാഗം മുത്തശ്ശി കഥകൾ പോയി മൂവാണ്ടൻ മാവു പോയി മുറ്റങ്ങളില്ലാതായി സ്നേഹം കാണാതായി മുത്തശ്ശി കഥകൾ പോയി മൂവാണ്ടൻ മാവു പോയി മുറ്റങ്ങളില്ലാതായി സ്നേഹം കാണാതായി ബാല്യം ഞങ്ങൾക്കിന്നും നോവുമുള്ളായി വേനൽ പൂവായി വിതുമ്പും കുഞ്ഞു മനസ്സിൽ ഇനിയും ഒന്നു വരുമോ നിറങ്ങൾ പിലിവിടർത്തും പൂക്കാലം സ്വരങ്ങൾ തമ്പുരുമീട്ടും ശ്രീരാഗം മുത്താരം കുന്നും പോയി മുക്കൂറ്റിക്കാടും പോയി മഴമുകിലില്ലാതായി മനം പെയ്യാതായി മുത്താരം കുന്നും പോയി മുക്കൂറ്റിക്കാടും പോയി മഴമുകിലില്ലാതായി മനം പെയ്യാതായി സ്നേഹം
നിറങ്ങൾ പിലിവിടർത്തും പൂക്കാലം, സ്വരങ്ങൾ തമ്പുരുമീട്ടും ശ്രീരാഗം. ആകാശം കാണാനിഷ്ടം, നക്ഷത്രം ചൂടാനിഷ്ടം, കിളികളെ മാടി വിളിക്കാനൊത്തിരി നൂറിഷ്ടം. കിളി പോൽ പാറാനിഷ്ടം, കളിച്ചിരി കൂടാനിഷ്ടം, കഥകൾ കേട്ടു വളരാൻ എന്തെന്തിഷ്ടം, എന്തെന്തിഷ്ടം. വിതുമ്പും കുഞ്ഞു മനസ്സിൽ ഇനിയും ഒന്നു വരുമോ, നിറങ്ങൾ പിലിവിടർത്തും പൂക്കാലം, സ്വരങ്ങൾ തമ്പുരുമീട്ടും ശ്രീരാഗം. നമസ്കാരം, ഞാൻ എമിറ്റ ഗ്രേസ്, സെന്റ് ജോർജ് ഹയർ സെക്കൻഡറി വിദ്യാലയത്തിലെ 10th സിയിൽ പഠിക്കുന്നു. കൊറോണ എന്ന മഹാമാരിയെ നേരിടുന്ന ഈ കാലഘട്ടത്തിൽ അതിനുവേണ്ടി ജീവിതം തന്നെ മാറ്റിവെച്ച ആരോഗ്യ പ്രവർത്തകർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഒരു മോണോ ആക്ട്. കിടന്ന് വലിക്കണ വലി കണ്ടോ? ഉറ്റവരെയും ഉടയവരെയും കാണാനുള്ള വെമ്പല് കണ്ടോ? അതെനിക്കിഷ്ടായി. പ്രിയ സുഹൃത്തുക്കളെ, ഇവിടെ ഭീതിയല്ല ജാഗ്രതയാണ് ആവശ്യം. അമ്മന്റെ സുന്ദരിക്കുട്ടിയാണോ ഇത്? ആണോ ആണോ? എന്തോ ഇച്ചായ വന്നോ? ഭാവിച്ചി ദേ പപ്പ വന്നല്ലോ. മോളൂസേ വേണ്ട, ഇച്ചായനിപ്പോ ഡ്യൂട്ടി കഴിഞ്ഞ് വന്നതല്ലേ ഉള്ളൂ. എന്റെ വാവേനെ ഞാൻ എടുക്കാലോ. ഈ പ്രശ്നമൊക്കെ ഒന്ന് ഒതുക്കി തീർക്കട്ടെ. ആ രാജീവേ പറ. ആ ഒരു 10 മിനിറ്റ്, ഞാൻ ഇപ്പൊ അങ്ങോട്ട് എത്താവേ. മോളൂസേ. ഹലോ, ഖാദറാണോ ഇത്? ആ ഖാദർ, ഞാൻ ഹരിനാരായണൻ, പഞ്ചായത്ത് മെമ്പറാണ്. താങ്കളുടെ ക്വാറന്റൈൻ കഴിഞ്ഞിട്ട് ഇപ്പോൾ 7 ദിവസമായിരിക്കുകയാണ്. എന്തെങ്കിലും ബുദ്ധിമുട്ടുകളോ ആവശ്യങ്ങളോ? ഓ, താങ്കളുടെ കുടുംബത്തെ ഓർത്ത് താങ്കൾ പേടിക്കേണ്ട. താങ്കളുടെ കുടുംബത്തിന് ആവശ്യമായതെല്ലാം സർക്കാർ, ആരോഗ്യ പ്രവർത്തകർ, മറ്റ് ജീവനക്കാർ വഴിയും എത്തിക്കുന്നതാണ്. എന്തെങ്കിലും ആവശ്യങ്ങളോ ബുദ്ധിമുട്ടുകളോ ഉണ്ടെങ്കിൽ ഈ നമ്പറിലേക്ക് വിളിക്കാവുന്നതാണ്. ഏത് സമയത്ത് വിളിക്കാവുന്നതാണ്. ഓക്കെ, ശരി. എന്റെ പൊന്നു മനുഷ്യ, നിങ്ങളോട് ഒരു 100 തവണ പറഞ്ഞിട്ടില്ല ഇങ്ങനെ കിടന്ന് അലറരുതെന്ന്. നിങ്ങളുടെ തൊണ്ട പൊട്ടി പോകും മനുഷ്യ. നിങ്ങളോട് ഒരാഴ്ചത്തേക്ക് ഡോക്ടർ വോയിസ് ടെസ്റ്റ് പറഞ്ഞിട്ടുള്ളല്ലേ, എന്നിട്ട് ഇങ്ങനെ കിടന്ന് വിളിച്ചോളൂ. നിങ്ങളുടെ തൊണ്ട പൊട്ടി പോകും മനുഷ്യ. അത് പിന്നെ പ്രഭേ, ഇനി എനിക്കൊരു 10 കോളൂടെ മതി. ഇന്നത്തെ എന്റെ ഡ്യൂട്ടി കഴിയും. ഈ നിസ്സഹായ അവസ്ഥയിൽ എനിക്ക് എന്റെ കടമ നിർവഹിച്ചല്ലേ പറ്റൂ. ഹലോ ഹലോ പാത്തു, പാത്തു, എന്തൊക്കെ കിനാവുകളായിരുന്നു പാത്തു നമുക്ക്, നീയും ഞാനും നമ്മുടെ പിള്ളേരും. എന്നിട്ടിപ്പോ ഒരാഴ്ചയായി പാത്തു ഞാൻ നിന്നെ ഒന്ന് കണ്ടിട്ട്. അൻസാലിക്ക, നിങ്ങളിങ്ങനെ പേടിക്കാതെ. ഈ അവസ്ഥയിൽ നിങ്ങളല്ലേ എനിക്ക് ധൈര്യം തരേണ്ടത്. ഹോസ്പിറ്റലിലെ അവസ്ഥ ഇക്കയ്ക്ക് അറിയാവുന്നതല്ലേ. സിസ്റ്റർ ഒരു എമർജൻസി. ഇക്ക ഞാൻ വിളിക്കാവേ. സിസ്റ്റർ, എന്താണ് ഇപ്പൊ ഇവിടുത്തെ അവസ്ഥ? സിസ്റ്റർ നമ്മുടെ കൈ നിൽക്കുമെന്ന് തോന്നില്ല. ഡോക്ടറെ വിളിക്കുന്നതാവും ഉചിതം. അത് പിന്നെ ഡോക്ടർ മാത്യു, പുള്ളിക്കാരനിപ്പോ ഇറങ്ങിയതല്ലേ ഉള്ളൂ. ഡോക്ടർ ദേവൻ, ബട്ട് ദേവൻ ഡോക്ടർ BP ഷൂട്ടായിട്ട് എനിക്ക് അറിയാവുന്നതാണ്. പുള്ളിക്കാരൻ 2 ദിവസമായി എന്തെങ്കിലും ഒന്ന് കഴിച്ചിട്ട് ഒന്ന് ഉറങ്ങിയിട്ട്. വാ സിസ്റ്ററെ, നമുക്ക് തന്നെ എന്തെങ്കിലും ചെയ്യാം. ഓ, ഇതുങ്ങൾക്കൊക്കെ ഇതെന്നാത്തിന്റെ കേടാ. അവനൊക്കെ ഒരു തന്തയാണോ? ജനിപ്പിച്ച കൊച്ചിനെ പോലും എടുക്കാതെ നാട്ടാർക്കും വേണ്ടി ഓടുന്നു. അതാ വേറൊരുത്തൻ, അവന്റെ തൊണ്ട കീറി പറഞ്ഞു പൊട്ടാറായി. എന്നിട്ട് അവൻ ഓരോരുത്തരെ വിളിച്ച് സുഖാണോ, എന്തെങ്കിലും വേണോ? അതാ വേറൊരുത്തി, അവളൊരുത്തിനെ പ്രേമിച്ചു, അവനെ കെട്ടി. എന്നിട്ടിപ്പോ സ്വന്തം കെട്ടിയാണ് നോക്കാനല്ല, നാട്ടുകാരുടെ കെട്ടിയാണ് നോക്കാനും നടക്കുന്നേ. വൃത്തികെട്ടവള്. അല്ല, താനാരുവാടോ? ഞാൻ ആരാന്നോ? ചിലരെന്നെ മത്തായി എന്ന് വിളിക്കും, ചിലരെന്നെ മാധവൻ എന്ന് വിളിക്കും, മറ്റു ചിലരെന്നെ മുഹമ്മദ് എന്ന് വിളിക്കും. എന്നാൽ കാലം എന്നെ തെളിയിച്ചു, മനുഷ്യത്വമുള്ള ഒരു മനുഷ്യനാണ് ഞാൻ. മനുഷ്യത്വമുള്ള ഒരു മനുഷ്യനെ ഒന്ന് പോയടോ താൻ. എടോ, താൻ കണ്ടോ തെരുവിലും തെരുവീതികളിലും ആരോഗ്യ പ്രവർത്തകരും നഴ്സുമാരും ജീവൻ പണയം വെച്ച് നടത്തുന്ന പ്രവർത്തനങ്ങൾ താൻ കണ്ടോ? എന്തിനധികം നാടിന്റെ അവസ്ഥ മനസ്സിലാക്കി വീട്ടിലിരിക്കുന്നവരെ കണ്ടോ താൻ? യുവാക്കളെ ഒന്ന് പോയേടോ താൻ. ഇനി താൻ എന്നൊക്കെ പറഞ്ഞാലും
എന്റെ മുന്നിൽ വരുന്ന ഓരോരുത്തരെയും വീഴ്ത്തും ഞാൻ. എന്റെ കൊറോണ വരെ സാധിക്കില്ല. ഭൂമിയിലെ മാലാകമാർ ഇവിടെ ഉള്ളിടത്തോളം കാലം, ആരോഗ്യ പ്രവർത്തകർ അവരുടെ കടമ നിർവഹിക്കുന്നിടത്തോളം കാലം തനിക്കത് സാധിക്കില്ല. ഇല്ല സുഹൃത്തുക്കളെ, ഇല്ല. ഇതിൽ കൂടുതലൊന്നും പറയാനില്ല. ആരോഗ്യ പ്രവർത്തകർ ഇത്രനാൾ ചെയ്ത എല്ലാ പ്രവർത്തനങ്ങൾക്കും ഇനി ചെയ്യാൻ പോകുന്ന പ്രവർത്തനങ്ങൾക്കും 1000 ആശംസകൾ അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഈ സമ്മേളനത്തിൻ്റെ അധ്യക്ഷ പദവി അലങ്കരിച്ച ബഹുമാനപ്പെട്ട മദർ പരിമള, വിദ്യാരംഗ കലാ സാഹിത്യ സമിതി ഉദ്ഘാടനം ചെയ്ത കൊടുവള്ളി BPC ബഹുമാനപ്പെട്ട മെഹറലി സാർ, ഈ സമ്മേളനത്തിൽ മുഖ്യ പ്രഭാഷണം നടത്തിയ നമ്മുടെ PTA പ്രസിഡന്റ് ശ്രീ ഷിജി ആൻ്റണി, മാർ ഇവാനിയോസ് അനുസ്മരണ സന്ദേശം നമുക്ക് നൽകിയ കുമാരി ദിയ തെരേസ്, ആശംസകൾ നേർന്ന് സംസാരിച്ച നമ്മുടെ പഞ്ചായത്ത് വാർഡ് മെമ്പർമാരായ ശ്രീമതി സിജി ബിജു, ബിന്ദു ജോർജ്, ഹയർ സെക്കൻഡറി പ്രിൻസിപ്പൽ ബിപിൻ സാർ, നമ്മുടെ ഹെഡ് മിസ്ട്രസ് സിസ്റ്റർ മേരി കാഞ്ചന, മറ്റ് ഈ സമ്മേളനത്തിൽ പങ്കെടുത്ത എൻ്റെ സ്നേഹമുള്ള കുഞ്ഞുങ്ങളെ, ഇതിനോട് സഹകരിച്ച് ഇങ്ങനെ ഒരു ലൈവ് പ്രോഗ്രാം വിജയപ്രദമാക്കി തീർക്കാൻ എന്നോട് സഹകരിച്ച എൻ്റെ സഹപ്രവർത്തകരെ, മറ്റു സുഹൃത്തുക്കളെ, ഈ വലിയ മഹാവിപത്ത് ലോകം മുഴുവൻ പടർന്നു പിടിക്കുകയാണ്. 4 ചുവരുകൾക്കുള്ളിൽ കുട്ടികളും മുതിർന്നവരും അടച്ചിട്ടിരിക്കുകയാണ്. എങ്കിലും ഞങ്ങൾ എത്ര ദൂരെയാണെങ്കിലും ഞങ്ങൾ അരികിലാണ് എന്ന സന്ദേശം വിളിച്ചോതിക്കൊണ്ട് വെളങ്കോട് സ്കൂളിലെ അധ്യാപകരും കുട്ടികളും അവരുടെ അധ്യയന വർഷം ആരംഭിച്ചിരിക്കുകയാണ്. അങ്ങനെ ജൂലൈ 15 സാഹിത്യ സമാജത്തിൻ്റെ അല്ലെങ്കിൽ വിദ്യാരംഗ കലാ സാഹിത്യ വേദിയുടെ ഉദ്ഘാടനവും അതുപോലെ മാർ ഇവാനിയോസ് തിരുമേനിയുടെ അനുസ്മരണ ദിനവുമായി എല്ലാ വർഷവും നമ്മൾ ആചരിക്കാറുണ്ട്. അത് ഈ വർഷവും ഒരുപോലെ, നമ്മൾ എത്ര ദൂരെയാണെങ്കിലും നമ്മൾ ഒരുപോലെ ഇരുന്നിട്ട് ആഘോഷിക്കണമെന്ന് ഞങ്ങൾ തീരുമാനിക്കുകയും കുട്ടികളുടെയും അതുപോലെ രക്ഷകർത്താക്കളുടെയും അധ്യാപകരുടെയും മറ്റ് സുഹൃത്തുക്കളുടെയും ഒക്കെ സഹകരണത്തോടുകൂടി ഈ പരിപാടി വിജയപ്രദമാക്കി തീർക്കുവാനും സാധിച്ചിട്ടുണ്ട്. ഈ അവസരത്തിൽ ഈ സമ്മേളനത്തിൽ അധ്യക്ഷ പദവി അലങ്കരിച്ചുകൊണ്ട് ഞങ്ങളെ അനുഗ്രഹിച്ച നമ്മുടെ സ്കൂളിൻ്റെ മാനേജർ മദർ പരിമളയ്ക്ക് ഈ സ്ഥാപനത്തിൻ്റെ പേരിലും അധ്യാപകരുടെ പേരിലും രക്ഷകർത്താക്കളുടെ പേരിലും ഞാൻ ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു. അതുപോലെ വളരെ തിരക്കുള്ള ഈ സമയത്ത് നമ്മളുടെ ആവശ്യപ്രകാരം വിദ്യാരംഗ കലാസാഹിത്യ സമിതി ഉദ്ഘാടനം ചെയ്യാൻ ഏൽക്കുകയും കൃത്യസമയത്ത് തന്നെ ആ ഉദ്ഘാടനം നിർവഹിക്കുകയും ചെയ്ത എൻ്റെ സുഹൃത്തും അതുപോലെ കൊടുവള്ളി ബ്ലോക്ക് പ്രൊജക്റ്റ് കോർഡിനേറ്ററുമായ മെഹർലി സാർ, വിദ്യാഭ്യാസ രംഗത്ത് ധാരാളം മാറ്റങ്ങൾ വരുത്താൻ ചെറുപ്പത്തിൻ്റെ ആ ചുറുചുറുക്കോടുകൂടി വിദ്യാഭ്യാസ രംഗത്തെ പല രീതിയിലുള്ള മാറ്റങ്ങൾ നമ്മുടെ താമരശ്ശേരി സബ് ജില്ലയിലും അതുപോലെ കൊടുവള്ളി ബ്ലോക്കിലും നടത്തി എല്ലാ കാര്യങ്ങളിലും നമ്മൾ എന്ത് ആവശ്യത്തിന് വിളിച്ചാലും ഇവിടെ വരികയും അതുപോലെ നമ്മോട് സഹകരിക്കുകയും ചെയ്യുന്ന മെഹർലി സാറിന് നമ്മുടെ സ്ഥാപനത്തിൻ്റെയും മാനേജ്മെൻറ്റിൻ്റെയും പേരിലുള്ള നന്ദി ഞാൻ രേഖപ്പെടുത്തുകയാണ്. അതുപോലെ ഇവിടെ മുഖ്യ പ്രഭാഷണം നൽകിയ നമ്മുടെ PTA പ്രസിഡന്റ് ശ്രീ ഷിജി ആൻ്റണി, അദ്ദേഹവും എപ്പോഴും നമ്മുടെ കൂടെയുള്ള ആളാണ്. അദ്ദേഹത്തിനും ഈ സ്ഥാപനത്തിൻ്റെ പേരിലും മാനേജ്മെൻറ്റിൻ്റെ പേരിലുമുള്ള നന്ദി ഞാൻ രേഖപ്പെടുത്തുന്നു. അതുപോലെ ഇവിടെ ഈ വർഷത്തെ മാർ ഇവാനിയോസ് അനുസ്മരണ സന്ദേശം നമുക്ക് നൽകിയത് കുമാരി ദിയ തെരേസാണ്. ചുറുചുറുക്കുള്ള ആ കുട്ടിയുടെ മാർ ഇവാനിയോസ് തിരുമേനിയെക്കുറിച്ചുള്ള ആ പ്രസംഗം അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആ സന്ദേശം നമ്മളിലേക്ക്
ശക്തമായി എത്തിച്ചു തരുവാൻ ആ കുട്ടിക്ക് സാധിച്ചു. ആ കുട്ടിയെയും ഞാൻ വളരെ സ്നേഹത്തോടു കൂടി നന്ദി രേഖപ്പെടുത്തുന്നു. അതുപോലെ നമുക്ക് ആശംസകൾ അറിയിച്ച നമ്മുടെ വാർഡ് മെമ്പർമാർ, നമ്മുടെ രക്ഷകർത്താക്കളാണ് അവരെയും ഇത്തരുണത്തിൽ ഞാൻ നന്ദിയോടുകൂടി ഓർക്കുകയാണ്. ഇനിയും നമ്മുടെ ഹയർ സെക്കൻഡറി വിഭാഗം പ്രിൻസിപ്പൽ ശ്രീ ബിപിൻ സാർ, നമ്മുടെ ഹെഡ് മിസ്ട്രസ് സിസ്റ്റർ മേരി കാഞ്ചന, വളരെ നന്ദിയോടുകൂടി മാത്രമേ അവരെ ഓർക്കുവാൻ സാധിക്കുകയുള്ളൂ. കാരണം ഈ പരിപാടി വിജയപ്രദമാക്കാൻ അവർ വളരെയേറെ കഷ്ടപ്പെട്ടു. അവരെ സ്ഥാപനത്തിൻ്റെ പേരിലും മാനേജ്മെൻറ്റിൻ്റെ പേരിലും എൻ്റെയും നന്ദി ഞാൻ രേഖപ്പെടുത്തുന്നു. ഇനിയും ഏറ്റവും കൂടുതൽ നന്ദി പറയാനുള്ളത് എൻ്റെ സ്നേഹമുള്ള കുട്ടികളോടും ഈ ലൈവ് പരിപാടി വിജയപ്രദമാക്കാൻ അവരെ സഹായിച്ച അവരുടെ രക്ഷകർത്താക്കളോടും അവരുടെ കൂടെ നിന്ന് അവരെ പ്രോത്സാഹിപ്പിച്ച എൻ്റെ സഹപ്രവർത്തകരായ അധ്യാപകരോടുമാണ്. അവർക്കുള്ള എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ നിന്നുള്ള നന്ദി ഞാൻ അറിയിക്കുന്നു. ഇതുമായി സഹകരിച്ച എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. जनगणमन अधिनायक जय हे भारत भाग्य विधाता पंजाब सिंध गुजरात मराठा द्राविड उत्कल बंगा विंध्य हिमाचल यमुना गंगा उच्चल जलधि तरंगा तव शुभ नामे जागे तव शुभ आशीष मागे गाहे तव जय गाथा जनगण मंगल